നമസ്കാരം. IPL സീസണിൽ അവസാന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മലയാളി താരം സഞ്ജു സാംസണിന് കടുത്ത തിരിച്ചടിയാണ് നേരിടുന്നത് എന്നാണ് പ്രധാന വാർത്ത. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് സംഭവം. വിക്കറ്റ് കീപ്പിംഗിനിടെ കൈവിരലിന് പരിക്കേറ്റ സഞ്ജുവിന് ബാറ്റിംഗിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ റണ്ണൊന്നും എടുക്കാതെ പുറത്താകേണ്ടി വന്ന കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടത്. മത്സരത്തിൽ 89 റൺസിന്റെ ദയനീയ തോൽവിയാണ് ചെന്നൈ ഏറ്റുവാങ്ങിയത്. ഇതോടെ 2023 കിരീടം നേടിയ ശേഷം തുടർച്ചയായ മൂന്നാം സീസണിലും പ്ലേ ഓഫിൽ പോലും കടക്കാതെ ചെന്നൈ പുറത്താവുകയാണ്. ഇതാദ്യമായിട്ടാണ് ചെന്നൈ തുടർച്ചയായ 3 സീസണുകളിൽ പ്ലേ ഓഫ് കടക്കാതിരിക്കുന്നത്. മത്സരത്തിൽ ടോസ് നേടിയ CSK ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഇന്നിംഗ്സിൽ തന്നെ രണ്ടാം ഓവറിൽ സ്പെൻസർ ജോൺസൺ എറിഞ്ഞ ലെഗ് സൈഡിലേക്കുള്ള ഒരു വൈഡ് ഡെലിവറി തടയാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു സഞ്ജുവിന്റെ ഇടതു കൈവിരലിന് പരിക്കേറ്റത്. പന്ത് അപ്രതീക്ഷിതമായി ദിശ മാറിയാണ് സഞ്ജുവിന്റെ ഗ്ലൗസിൽ ഇടിച്ചത്. കടുത്ത വേദനയെ തുടർന്ന് ഫിസിയോയുടെ സഹായം തേടിയ താരം ഉടൻ തന്നെ മൈതാനം വിടുകയും ചെയ്തു. തുടർന്ന് ഉർവിൽ പട്ടേലാണ് ചെന്നൈക്കായി വിക്കറ്റ് കീപ്പർ ചെയ്തത്. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസിന്റെ കൂറ്റൻ വിജയ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ചെന്നൈക്കായി പരിക്ക് വകവയ്ക്കാതെ സഞ്ജു ഓപ്പണറായി ബാറ്റിംഗിനിറങ്ങി. എന്നാൽ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ഷോട്ടിന് ശ്രമിച്ച സഞ്ജുവിന് പിഴച്ചു. എഡ്ജായ പന്ത് വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറുടെ കൈകളിൽ ഒതുങ്ങിയതോടെ സംഭൂജ്യനായി തന്നെ താരം പുറത്തായി. 14 വർഷം നീണ്ട IPL കരിയറിൽ 3ാം തവണ മാത്രമാണ് സഞ്ജു ഗോൾഡൻ ടക്കാവുന്നത്. 2017 മുംബൈ ഇന്ത്യൻസിനെതിരെയും 2018 RCBക്കെതിരെയുമാണ് ഇതിനു മുൻപ് സഞ്ജു ഗോൾഡൻ ടക്കായത്. 8 വർഷത്തിന് ശേഷമാണ് വീണ്ടും നേരിട്ട് ആദ്യ പന്തിൽ തന്നെ മടങ്ങുന്നത്. അവസാന മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും രാജസ്ഥാൻ റോയൽസിന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയ ഈ IPL സീസൺ സഞ്ജുവിന് റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തോടെ സഞ്ജു തന്റെ റൺ സമ്പാദ്യം 477 ആക്കി ഉയർത്തിയിരുന്നു. ഇതോടെ CSKയ്ക്കായി ഒരു IPL സീസൺ കൂടി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സഞ്ജു സ്വന്തമാക്കി. 2013 461 റൺസ് നേടിയ MS ധോണിയുടെ 13 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് സഞ്ജു തിരുത്തിയത്. എന്നാൽ 500 റൺസ് എന്ന നാഴികക്കല്ല് മറികടക്കാൻ സഞ്ജുവിനായില്ല. 2024 സഞ്ജു 15 ഇന്നിംഗ്സുകളിൽ നിന്ന് 531 റൺസ് നേടിയിരുന്നു. പക്ഷേ ഈ സീസണിൽ 2 തകർപ്പൻ സെഞ്ചുറികൾ നേടിയും 3 തവണ പ്ലെയർ ഓഫ് ദി മാച്ചും സഞ്ജു മിന്നി. ഡൽഹി ക്യാപിറ്റൽസ്, മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്കെതിരെയായിരുന്നു സഞ്ജുവിന്റെ സെഞ്ചുറി. ഈ 2 മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദി മാച്ച് സഞ്ജു. ഡൽഹിക്കെതിരെ 2ാം മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലെത്തിച്ചു. ഇതോടെ കളിയിൽ താരവുമായി ഈ സീസണിൽ 3 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി ഏക താരമായി സഞ്ജു മാറുകയും ചെയ്തു. ഇങ്ങനെ കുറേയധികം സന്തോഷങ്ങൾ തന്നെ സഞ്ജുവിന് നൽകിയ ഒരു വർഷമാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് ഇനി അടുത്ത വർഷം എന്താകുമെന്നത് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ CSKയിൽ നിൽക്കുന്ന താരത്തിന് എന്തായാലും നിലനിർത്തുമെന്ന് ഉറപ്പാണ്. കാരണം ധോണി എന്തായാലും ഈ വർഷത്തോടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമെന്നാണ് എല്ലാവരും കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനും അദ്ദേഹത്തിന് വേണ്ടി ഇനി എന്തൊക്കെയാകും നടക്കുക എന്ന ഡിസ്കഷനുകളാണ് കൂടുതലും നടക്കുന്നത്.